ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു കോട്ടയത്ത് ഭയങ്കര ചൂടാണ്, മിക്ക ദിവസവും 35-38 °C ഒക്കെയാണ് ചൂടെന്ന്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കഥ ആകെ മാറി. ഇപ്പോൾ പെരും മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അതുപോലെ ചിലയിടത്തൊക്കെ ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ ടൗണിൽ താമസിക്കുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അധികം അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു തെളിച്ചമുള്ള ദിവസം ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. കോട്ടയത്ത് നിന്ന് ഒരു 23 കിലോമീറ്റർ ദൂരത്ത് മീൻതെറ്റിപ്പാറ എന്നൊരു വെള്ളച്ചാട്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ കോട്ടയത്തായിട്ട് ഇതുവരെ അത് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു സാധാരണ പ്രദേശം പോലെയൊക്കെ തോന്നിയുള്ളൂ. വലിയ അങ്ങനെ തോന്നിയില്ല, പ്രത്യേകതയൊന്നും. പക്ഷേ ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു. പക്ഷേ സമീപവാസികൾ, ഇവിടെ നല്ല ജനവാസമുള്ള പ്രദേശമാണ്. അപ്പോൾ സമീപവാസികൾ പറഞ്ഞു, ഈ വഴി അങ്ങ് കയറിപ്പോയാൽ മുകളിൽ ചെന്നാൽ നന്നായി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ആകെ കാട് മൂടിക്കിടക്കുന്ന ഒരു വഴിയാണ്, അധികം ആൾ സഞ്ചാരമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നാം, മഴയൊക്കെ പെയ്ത് കിടക്കുമല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള മാർഗം എന്താണെന്നോ, കോട്ടയത്തു നിന്നുള്ള വഴി ഞാൻ പറയാമേ. NH 183 റോഡാണ്, കോത്തല ജംഗ്ഷൻ. അവിടെ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നിട്ടേക്ക് വരുമ്പോൾ വലതുവശത്ത് DV എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥാപനം ഉണ്ട്. അതിൻ്റെ വശത്തൂടെ കിടക്കുന്ന റോഡ് പൂവത്തുംകുഴി വണ്ണാത്തിപ്പാറ റോഡ്, അതായത് മൂലേപ്പീടിക കോത്തല റോഡിൽ കാഞ്ഞിരപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മീൻതെറ്റിപ്പാറ എന്ന വെള്ളച്ചാട്ടം. പേരിൽ തന്നെ ഒരു കൗതുകമുണ്ടല്ലേ. അതും കൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് നല്ല കാടാണ്, കാട് പോലെയാണ്, പേടിക്കാനൊന്നുമില്ല. എന്നാലും മതി എന്നുള്ള എൻ്റെ പിൻവിളി വകവെക്കാതെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എനിക്കിത്തരം സ്ഥലങ്ങളിലൊക്കെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഏത് നിമിഷവും അപ്പുറേന്നോ ഒരു പുലിയോ കടുവയോ ഒക്കെ ചാടി വരുമെന്നുള്ള ചെറിയ പേടിയൊക്കെ എനിക്ക് ഉണ്ട്. പക്ഷേ ഞാനവിടെ നിന്നു. അങ്ങനെ അപ്പോൾ അങ്ങ് ദൂരെയാണ് ആ വെള്ളച്ചാട്ടം. അവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കര ഭംഗിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ അത്ര അടുത്ത് നിന്ന് കണ്ടില്ലെന്നേ ഉള്ളൂ, എങ്കിലും ഇതാണ്. എന്ത് ഭംഗിയാണ്. പക്ഷേ അധികമാർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിവുണ്ടെന്ന് തോന്നുന്നില്ല. വഴിയിലെങ്ങും ഒരു സൈൻ ബോർഡ് പോലും കണ്ടില്ല. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമുക്കിങ്ങ് പോരാം. എങ്കിലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചിലരോട് ചോദിച്ചിട്ട് ആർക്കും തന്നെ അറിവില്ല. സമീപവാസികളിൽ തന്നെ ഇങ്ങടുത്ത് വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി ചിലരൊക്കെ പറഞ്ഞത്. ഭംഗിയായി ഒഴുകിയെത്തുന്ന വെള്ളവും ആ ഒഴുക്കിൻ്റെ ശബ്ദവും കാടിൻ്റെ ഭംഗിയും ഒക്കെ കുറേ നേരം ആസ്വദിച്ച് നിന്നു. പിന്നെ ഞാൻ ധൃതി കൂട്ടി താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾ താഴെ എത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു, അവിടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ പുറകുവശത്തേക്ക് ചെന്നാൽ അവിടെ നിന്ന് കുറച്ചുകൂടെ അടുത്ത ഭംഗിയായിട്ട് ഈ വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കൂ, ആ വീടിൻ്റെ കണ്ടോ, ഈ ഒരു വീട് അങ്ങേയറ്റത്തുള്ള ആ വീടിൻ്റെ പുറകിലേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോൾ തൊട്ടടുത്ത് നിന്ന് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റി. നോക്കൂ, എത്ര ഭംഗിയാണ് കാണാനെന്ന്. തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. മഴ എന്നും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മഴ നമ്മളിൽ ഒരുപാട് ഗൃഹാതുരത്വമുള്ള ഓർമ്മകളെ കൊണ്ടുവരികയും ചെയ്യും. മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. കാരണം ധാരാളം വെള്ളം ഒഴുകിയെത്തുമല്ലോ. ഇങ്ങനെയൊക്കെയാണെങ്കിലും മഴക്കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഈ മഴക്കാലത്തെയും ഇതിൻ്റെ ദുരിതങ്ങളെയും അതിജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ, ഒപ്പം പ്രകൃതി ഒരുക്കുന്ന ഇത്തരം ദൃശ്യവിരുന്നുകൾ കാണുവാനും ആസ്വദിക്കുവാനും ഉള്ള സമയവും സാഹചര്യവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും
മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.